നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാനും ഫാദർ ജോഷി മയ്യാറ്റിലും ചേർന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജിക്ക് ഒരു കത്ത് അയക്കുകയുണ്ടായി. അതിന്റെ ഓരോ പകർപ്പ് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്കും നിയമമന്ത്രിക്കും കൂടാതെ കേരള BJP ഘടകം പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖരനും അയച്ചു നൽകുകയുണ്ടായി. എന്തുകൊണ്ടാണ് ഞങ്ങൾ അത്തരത്തിൽ ഒരു കത്ത് അയക്കേണ്ടി വന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട സാമൂഹിക വിഷയങ്ങളിൽ പോലും നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാർ, അത് ഏത് പാർട്ടിയും ആയിക്കൊള്ളട്ടെ, തികഞ്ഞ ലാഘവ ബുദ്ധിയോടെയും ഒട്ടും ഉത്തരവാദിത്വം ഇല്ലാതെയും യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെയും ആണ് അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതിനുള്ള ഏറ്റവും വലിയ ഒരു തെളിവാണ് പുതിയ വഖഫ് ഭേദഗതി നിയമത്തിന്റെ വെളിച്ചത്തിൽ അതിലെ സെക്ഷൻ 2 മുനമ്പം വിഷയം പരിഹരിക്കുന്നതിന് വേണ്ട ചട്ടങ്ങൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള BJPയുടെ എറണാകുളത്തുള്ള ലീഗൽ സെല്ല് കൈക്കൊണ്ടുവരുന്ന നടപടികൾ. ഏകദേശം 610ഓളം കുടുംബങ്ങൾ മുനമ്പത്ത് ഏകദേശം 40 വർഷങ്ങൾക്ക് മുൻപ് വില കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ വീട് നിർമ്മിച്ച് താമസിച്ചു വരികയായിരുന്നു. എന്നാൽ 2019 ഒരു സുപ്രഭാതത്തിൽ അവർക്ക് ആ വസ്തുവിലുള്ള എല്ലാവിധ അവകാശങ്ങളും നഷ്ടപ്പെട്ടു. അതിനുള്ള കാരണം കേരള വഖഫ് ബോർഡ് അവർ താമസിച്ചിരുന്ന ഭൂമിയെ ഒരു വഖഫ് ആയി പ്രഖ്യാപിക്കുന്നതിലൂടെ ആയിരുന്നു. അവർക്ക് തങ്ങളുടെ വസ്തുവിലുള്ള അവകാശം മാത്രമല്ല നഷ്ടപ്പെട്ടത്, മറിച്ച് ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് നൽകുന്ന എല്ലാ വിധത്തിലും ഉള്ള മൗലിക അവകാശങ്ങളും ലംഘിക്കപ്പെടുകയാണ് അതിലൂടെ ചെയ്തത്. എന്നാൽ അതിൽ നിന്നും ഒരിക്കലും കരകയറാൻ സാധ്യമല്ലാത്ത രീതിയിലാണ് കോൺഗ്രസ് സർക്കാർ 1995 വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നതും അതിനെ 2013 തുടർന്ന് പരിഷ്കരിച്ചതും. ആ ഒരു ഘട്ടത്തിൽ മുനമ്പം സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് മുനമ്പം വിഷയവും വഖഫ് ആക്ടും തമ്മിൽ യാതൊരു വിധത്തിലും ഉള്ള ബന്ധം ഇല്ല എന്നാണ്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വഖഫ് ആക്ടിന്റെ സെക്ഷൻ 40 പ്രകാരമാണ് ഈ വഖഫ് ബോർഡ് മുനമ്പത്തെ ഒരു വഖഫായി പ്രഖ്യാപിച്ചത്. എന്നാൽ LDF പറഞ്ഞത് തങ്ങൾക്ക് ഈ മുനമ്പം വിഷയവുമായി യാതൊരു വിധത്തിലും ഉള്ള ബന്ധം ഇല്ല എന്നും കോൺഗ്രസ് കൊണ്ടുവന്ന വഖഫ് ആക്ടിന്റെ വെളിച്ചത്തിലാണ് ഈ വഖഫ് ബോർഡ് മുനമ്പത്തെ വഖഫായി പ്രഖ്യാപിച്ചത് എന്നും ആയിരുന്നു. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഒരു മതപരമായ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം അല്ല. അത് സർക്കാരിന്റെ തന്നെ ഒരു ഭാഗമാണ്. ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരള സർക്കാർ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ ഒരു അഫിഡവിറ്റ് സത്യവാങ്മൂലം നൽകുകയുണ്ടായി. അതിൽ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വഖഫ് ബോർഡിന്റെ 2019 മെയ് മാസം 20 ഉത്തരവ് ഒരു നിയമപരമായ ഉത്തരവല്ല, അത് ഞങ്ങളെ ബാധിക്കുന്നതും അല്ല എന്നായിരുന്നു. അപ്പോൾ കോടതി അത് പരിശോധിച്ചതിന് ശേഷം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്, ഈ വഖഫ് ബോർഡ് ഒരു വസ്തുവിനെ വഖഫായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കൈക്കൊള്ളേണ്ട യാതൊരു വിധത്തിലും ഉള്ള നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ലാത്തതിനാൽ വഖഫ് ബോർഡിന്റെ ഉത്തരവ് നിയമപരമായി നിലനിൽക്കുന്ന ഒന്നല്ല എന്നും ആ വഖഫ് ബോർഡിന്റെ ഉത്തരവ് സംസ്ഥാന സർക്കാരിനെ ബാധിക്കുന്നതല്ല എന്നും ആയിരുന്നു. ഇവിടെ വളരെ ചിന്തനീയമായ ഒരു കാര്യം എന്ന് പറയുന്നത്, അത്തരത്തിലുള്ള നിയമസാധുത ഇല്ലാത്ത വഖഫ് ബോർഡിന്റെ ഒരു ഉത്തരവിന്റെ വെളിച്ചത്തിൽ ആണ് 2022 കേരള സർക്കാർ മുനമ്പൻ ജനതയെ ഈ റവന്യൂ തടങ്കലിൽ ആക്കിയത്, അവരുടെ എല്ലാ അവകാശങ്ങളും നിഷേധിച്ചത്. ഇപ്പോൾ സർക്കാർ തന്നെ പറയുന്നു അവർ ആശ്രയിച്ച വഖഫ് ബോർഡിന്റെ ഉത്തരവ് നിയമപരമായ ഒന്ന് അല്ല എന്നും അതിനിപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ അംഗീകാരവും കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? തങ്ങളുടെ തെറ്റ് തിരിച്ചറിഞ്ഞ് അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ബോധിപ്പിച്ച സർക്കാർ എത്രയും വേഗം ഈ ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു നൽകുക അല്ലേ വേണ്ടത്? ഈ ഒരു ചോദ്യമാണ് എനിക്ക് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ചോദിക്കേണ്ടതും അദ്ദേഹം ഉത്തരം നൽകേണ്ടതും. ആ ഒരു ഘട്ടത്തിലാണ് BJP സർക്കാർ ഒരു പുതിയ വഖഫ് ഭേദഗതി നിയമവുമായി മുന്നോട്ട് വന്നത്. അപ്പോൾ കേരളത്തിലെ മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ഒറ്റക്കെട്ടായി ഏകസ്വരത്തിൽ കേരളത്തിലെ 140 MLA-മാരും ചേർന്ന് 2024 ഒക്ടോബർ മാസം 14 നമ്മുടെ കേരള അസംബ്ലിയിൽ ഒരു പ്രമേയം പാസാക്കി. അതായത് BJP സർക്കാർ കൊണ്ടുവരുന്ന ഈ വഖഫ് ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമാണ്, അത് പാസാക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. അതിനുപരിയായിട്ട് 2024 ഓഗസ്റ്റ് മാസം 8 ഈ വഖഫ് ഭേദഗതി നിയമത്തിന്റെ കരട് ബിൽ പാർലമെന്റിൽ ചർച്ചയ്ക്കായി വന്നപ്പോൾ
നമ്മുടെ കൊല്ലം MP NK പ്രേമചന്ദ്രൻ എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾ കേൾക്കുക. So, sir, I caution this house, I caution the government that if law is, you can very well pass. You are having absolute majority in the house. But I caution this government, if it go for a judicial scrutiny, definitely this bill will be struck down on the constitutional grounds. It is outside the legislative competence of this house. അദ്ദേഹം പറഞ്ഞത് ഈ പുതിയ വഖഫ് ഭേദഗതി നിയമം അടിസ്ഥാനപരമായി ഭരണഘടനാ വിരുദ്ധമാണ്. അഥവാ BJP സർക്കാർ ഇത് പാസാക്കിയാൽ പോലും ആരെങ്കിലും അതിനെതിരെ കോടതിയിൽ പോയി കഴിഞ്ഞാൽ കോടതി ഈ പുതിയ നിയമത്തെ വലിച്ചു കീറി ചവറ്റുകുട്ടയിൽ എറിയും എന്നാണ്. ആഗസ്റ്റ് 8-നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. എന്നാൽ സെപ്റ്റംബർ മാസം 18-ാം തീയതി ഞാൻ മറുനാടൻ മലയാളിയിൽ ഇതേ വിഷയത്തിനെ സംബന്ധിച്ച് ഒരു ഇന്റർവ്യൂ നൽകുകയുണ്ടായി. അതിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് സദയം കാണുക. നമ്മുടെ NK പ്രേമചന്ദ്രൻ തന്നെ പറഞ്ഞു, ഇത് ഈ പ്രൊപ്പോസലൊക്കെ ഭരണഘടനാ വിരുദ്ധങ്ങളാണ്, ആർട്ടിക്കിൾ 13.2 പ്രകാരം നിലനിൽക്കില്ല, കോടതിയിൽ പോയ വലിച്ചു ദൂരെ എറിയുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അതിന് യാതൊരു വിധ അടിസ്ഥാനവുമില്ല. ഈ ബില്ല് പാസ്സാക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു വഖഫ് ബോർഡ് എന്താണോ നിയമം പറയുന്നത്, ഇതിലെ ഒരു വ്യവസ്ഥകളും പുതിയതായിട്ട് കൊണ്ടുവരുന്ന ഒരു അമെന്റ്മെന്റിനെയും നിയമപരമായി ഒരു കോടതിയിലും ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഉറപ്പാണ് 100%. ഞാനെന്ന് പറഞ്ഞത് നിയമപരമായി ഈ പുതിയ വഖഫ് ഭേദഗതിയിലെ വ്യവസ്ഥകളെ ഒരു കോടതിയിലും ആർക്കും ചോദ്യം ചെയ്യാൻ സാധിക്കില്ല എന്നായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ സെപ്റ്റംബർ മാസം 15-ാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇതേ വിഷയത്തിൽ ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ച കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ എന്റെ വീഡിയോയിൽ അതിനു മുമ്പേ പറഞ്ഞിരുന്ന അതേ കാര്യങ്ങളാണ് സുപ്രീം കോടതിയും പറഞ്ഞത്. ഇവിടെ കപിൽ സിബൽ, മനു അഭിഷേക് സിംഗ്വി, ഈ രാജീവ് ധവാൻ തുടങ്ങിയ വളരെ പ്രഗത്ഭരായ വക്കീലന്മാർ ആ കേസിലെ പരാതിക്കാർക്ക് വേണ്ടി ഹാജരായി എങ്കിലും ഏതെങ്കിലും ഒരു സെക്ഷനിൽ പോലും ഒരു സ്റ്റേ വാങ്ങിക്കാൻ അവർക്കാർക്കും സാധിച്ചില്ല എന്നുള്ളതാണ് വളരെ വ്യക്തമായ ഒരു കാര്യം. കോടതി ലിമിറ്റഡായി ആണെങ്കിൽ പോലും ഇടപെട്ടത് ഒരേ ഒരു വിഷയത്തിൽ ആയിരുന്നു. അതായത് ഈ സെക്ഷൻ 3-നടിയിലുള്ള ഉപവകുപ്പ് 2. അതിൽ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിയമം നിലവിൽ വരുന്നതിന് മുന്നേ തന്നെ ഏതെങ്കിലും വഖഫ് ബോർഡുകൾ സർക്കാർ വക വസ്തുക്കളെ വഖഫായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ, നമുക്കറിയാം നമ്മുടെ താജ്മഹൽ, ഈ ലാൽ കില, ഇതിനെയൊക്കെ അവർ പ്രഖ്യാപിച്ചു എന്നാണ് നമ്മൾ കേൾക്കുന്നത്. അത്തരം വസ്തുക്കളെ തിരിച്ചു പിടിക്കാനുള്ള അവകാശം, അധികാരം സർക്കാരിനുണ്ടായിരിക്കും. അതിനുവേണ്ടി സർക്കാർ ഒരു ഡെസിഗ്നേറ്റഡ് ഓഫീസറെ നിയമിക്കും. അദ്ദേഹം അന്വേഷണം നടത്തും. അതിന്മേൽ ഒരു റിപ്പോർട്ട് സർക്കാരിന് നൽകും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് സർക്കാർ വക വസ്തു എന്നാണ് ഈ ഡെസിഗ്നേറ്റഡ് ഓഫീസർ പറയുന്നത് എങ്കിൽ ഈ സർക്കാർ ആവശ്യപ്പെടുന്ന രീതിയിൽ വഖഫ് ബോർഡുകൾ അവരുടെ റെക്കോർഡ്സിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തണം എന്നായിരുന്നു. കോടതി പറഞ്ഞു, ശരിയാണ്, നിങ്ങളുടെ വസ്തുക്കൾ വഖഫ് ബോർഡ് അനധികൃതമായി വഖഫാക്കിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അത് തിരിച്ചു പിടിക്കാം. പക്ഷേ നിങ്ങൾ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ഓഫീസർ ആയിരിക്കില്ല അതിൽ തീരുമാനം എടുക്കേണ്ടത്. ഓഫീസറിന് വേണമെങ്കിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സർക്കാരിലേക്ക് കൊടുക്കാം. പക്ഷേ ആ വസ്തു വഖഫാണോ സർക്കാർ വക വസ്തു ആണോ എന്ന് തീരുമാനിക്കേണ്ടത് ഒരു കോടതിയോ അർദ്ധ ജുഡീഷ്യൽ സംവിധാനമോ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് പരാതിയുള്ള പക്ഷം നിങ്ങൾ നേരെ വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കണം എന്നായിരുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത്. അത് തന്നെയാണ് ശരിയായ കാര്യവും. കാരണം ഒരു വസ്തുവിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് തീരുമാനിക്കേണ്ടത് കളക്ടറോ അല്ലെങ്കിൽ സർക്കാർ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനോ ആകാൻ പാടില്ല എന്ന് തന്നെയാണ് നിയമം. ഒരു വസ്തുവിന്റെ ടൈറ്റിൽ എപ്പോഴും തീരുമാനിക്കേണ്ടത് ഏതെങ്കിലും സിവിൽ കോടതികൾ ആയിരിക്കണം. BJP സർക്കാർ പാർലമെന്റിൽ പുതിയ വഖഫ് ഭേദഗതിയുടെ ബില്ല് അവതരിപ്പിച്ചതും അത് പിന്നെ JPCക്ക് വിട്ടതും അത് JPC റെക്കമെൻഡേഷൻ നടത്തിയതും ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. JPCയുടെ ഫൈനൽ റിപ്പോർട്ട് പുറത്തു വന്നത് ഫെബ്രുവരി മാസം 14-ാം തീയതിയാണ്. ഞാൻ അത് അന്ന് തന്നെ പഠിക്കുകയും അതിൽ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അതിൽ സെക്ഷൻ 2-നടിയിൽ മുനമ്പത്തിന് ഒരു പരിഹാരം ഉണ്ടെന്ന് ഞാൻ കണ്ടെത്തുകയും പിറ്റേ ദിവസം, അതായത് ഫെബ്രുവരി മാസം 15-ാം തീയതി തന്നെ ഈ ചാനലിലൂടെ ആ കാര്യം ഞാൻ ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തു. എന്നാൽ ഈ മുനമ്പം വിഷയത്തിൽ, അതുപോലെ തന്നെ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും മുനമ്പത്തുകാരോടും ഈ ഭേദഗതി നിയമത്തിനോടും അനുകൂലമായി നിന്ന BJPക്കാർ ആരും തന്നെ ഞാൻ എന്താണ് പറയുന്നതെന്ന് തിരക്കി എന്നെ തേടി വന്നില്ല. തുടർന്ന് 8 ദിവസം കഴിഞ്ഞ് ഫെബ്രുവരി മാസം 23-ാം തീയതി ഞാൻ ജനൻ TVയിൽ അനിൽ നമ്പ്യാരുമായി ഒരു മറുപടി എന്ന അരമണിക്കൂറിലെ ഒരു ഇന്റർവ്യൂ കൊടുത്തു. ആ ഇന്റർവ്യൂവിലും ഞാൻ ഇത് എങ്ങനെയാണ് പരിഹരിക്കപ്പെടുക എന്ന് വളരെ വ്യക്തമായിട്ട് ഒരു സാധാരണക്കാരന് പോലും മനസ്സിലാകുന്ന രീതിയിൽ വിവരിച്ചു. എങ്കിലും
ഒരു BJP-ക്കാരും എന്നെ തേടി വന്നില്ല. തുടർന്ന് ഏകദേശം 1.5 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഏപ്രിൽ മാസം 5-ാം തീയതി രാവിലെ ഈ ഭേദഗതി നിയമം പാസ്സാക്കപ്പെട്ടത്. അതിനുശേഷം അങ്ങേ ദിവസം 10 മണിയോടുകൂടി നമ്മുടെ ഷോൺ ജോർജ് എന്നെ ബന്ധപ്പെട്ടു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോയിൽ ഈ നിയമം പാസ്സാക്കപ്പെട്ട് കഴിഞ്ഞാൽ മുനമ്പത്തിന് ഒരു പരിഹാരം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താണ് അത്? അപ്പോൾ അതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണെങ്കിലും എന്നാൽ കഴിയും വിധം ഞാനത് ടെലിഫോണിലൂടെ ഷോൺ ജോർജിന് വിവരിച്ചു കൊടുത്തു. തുടർന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ ഓഫീസിൽ നിന്നും JR പത്മകുമാർ എന്നെ ബന്ധപ്പെടുന്നത്. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഒരു വീഡിയോയിൽ ഇങ്ങനെ ഒരു പരിഹാരം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് എങ്ങനെയാണ് സാധ്യമാവുക? അദ്ദേഹത്തിനും ഞാൻ അത് വിവരിച്ചു കൊടുത്തു. ആ കാര്യം അദ്ദേഹം രാജീവ് ചന്ദ്രശേഖറിനെയും ബോധ്യപ്പെടുത്തി. പിറ്റേ ദിവസമാണ് അദ്ദേഹം മുനമ്പത്ത് ചെന്നതും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് പ്രശ്നം പരിഹാരം ആയിക്കഴിഞ്ഞു, അത് 100%അല്ല 1000% എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവർക്കൊക്കെ ലഡുവും മറ്റും വിതരണം ചെയ്യുകയും ചെയ്തു. അത് വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. നാം പ്രത്യേകം നോക്കേണ്ടത് മതമാണ് പ്രശ്നം എന്ന് വിളിച്ചു പറയുന്ന UDF തിരികെ അധികാരത്തിൽ വരേണ്ടത് ഇവിടുത്തെ മുസ്ലിം MLA-മാരുടെയും മന്ത്രിമാരുടെയും എണ്ണം കൂട്ടുന്നതിന് വേണ്ടി മാത്രമല്ല, മറിച്ച് ഈ അധികാരത്തിൽ നിന്നും ഒഴിഞ്ഞു നിന്ന കഴിഞ്ഞ 10 വർഷത്തോളം ഈ മുസ്ലിം സമൂഹത്തിന് നഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി കൂടി ആണ് എന്ന് പ്രഖ്യാപിക്കുന്ന KM ഷാജിമാരുടെ നാട്ടിൽ ഇവിടുത്തെ ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും അരിയും മലരും കുന്തിരിക്കവും വാങ്ങി വച്ച് മരണത്തിനെ കാത്തിരിക്കൂ എന്ന് പറയുന്ന കാലന്മാരുള്ള നാട്ടിൽ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ മനസ്സിൽ ഹിന്ദു വിരോധം കുത്തിവെക്കുന്ന മാധ്യമങ്ങളും സാംസ്കാരിക നായകളും രാഷ്ട്രീയ പാർട്ടികളും ഉള്ള ഈ നാട്ടിൽ നമ്മുടെ വരും തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാം എന്നുണ്ടെങ്കിൽ, ഇവിടെ പൊളിറ്റിക്കലായിട്ട് ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒന്നിക്കേണ്ട ഒരു അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന ഒരു നാട്ടിൽ ഞാൻ ഈ ഹിന്ദു ക്രിസ്ത്യൻ മൈത്രിക്ക് വേണ്ടി ഉള്ള ഏറ്റവും നല്ല ഒരു ചാൻസ് ആയിരുന്നു ഈ മുനമ്പം വിഷയം പരിഹരിക്കപ്പെടുന്നത്. അതിനായി ഞാൻ കണ്ടെത്തി കൊടുത്ത ഒരു ചെറിയ ഉപകാരമായിരുന്നു ഈ സെക്ഷൻ 2A. പക്ഷേ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനോ അതിന്റെ മൈലേജ് എടുക്കുന്നതിനോ ഈ കേരള BJP അതിദയനീയമായി പരാജയപ്പെട്ടു എന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാൻ കഴിയുന്നത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും കരുതും ഞാനൊരു BJP വിരുദ്ധനാണ്, BJPക്കെതിരെ സംസാരിക്കുന്നു എന്ന്. എന്നാൽ സത്യത്തിൽ അതല്ല. അവരുടെ നന്മയെ ഉദ്ദേശിച്ചു മാത്രമാണ് ഞാൻ ഈ ഒരു ഉപദേശം അവർക്ക് നൽകുന്നത്. തുടർന്ന് ഏപ്രിൽ മാസം 15-ാം തീയതിയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുനമ്പത്ത് വന്നത്, നന്ദി മോഡി എന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ. അപ്പോൾ മോഡിജിക്ക് ഒരു നന്ദി പറയണം എങ്കിൽ മോദിജി അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിരിക്കണം, എന്നാലല്ലേ ഒരാൾ മറ്റൊരാൾക്ക് നന്ദി പറയൂ. അപ്പോൾ അതിനു മുമ്പേ തന്നെ ഷോൺ ജോർജ് എന്നോട് ആവശ്യപ്പെട്ടു ഈ 2Aയുടെ വെളിച്ചത്തിൽ ഒരു ചെറിയ പ്രസംഗം എഴുതി ഈ കേന്ദ്രമന്ത്രിക്ക് കൊടുക്കണം എന്ന്. ഞാൻ അതിനനുസരിച്ചിട്ട് വളരെ ക്രിസ്പായിട്ട് ഒരു ഇംഗ്ലീഷിൽ ഒരു പ്രസംഗം എഴുതി ഷോൺ ജോർജിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി ഒരിടത്ത് ചെല്ലുമ്പോൾ ആരെങ്കിലും കൊടുക്കുന്ന ഒരു പേപ്പറിൽ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും തന്നെ വിളിച്ചു പറയില്ല. അതിനു മുമ്പ് അദ്ദേഹത്തെ അത് എന്താണെന്ന് കാര്യകാരണ സഹിതം ബോധ്യപ്പെടുത്തി കൊടുത്താൽ മാത്രമേ അദ്ദേഹം അത് പറയൂ. പക്ഷേ അന്ന് അദ്ദേഹത്തെ ഈ കാര്യം വിശദമായി ബോധ്യപ്പെടുത്താൻ കപ്പാസിറ്റിയുള്ള ഏക മനുഷ്യൻ കേരളത്തിൽ ഞാനായിരുന്നു. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നിട്ട് പോലും ഈ BJPക്കാർ ആ ഒരു സാഹചര്യം മുതലെടുത്തില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കേന്ദ്രമന്ത്രി റിജിജു അത്തരത്തിൽ ഒരു പ്രസംഗവും അവിടെ നടത്തിയില്ല. മറിച്ച് അദ്ദേഹം പറഞ്ഞത് ഈ മുനമ്പത്തെ വിഷയം കോടതികളിലൂടെ പരിഹരിക്കപ്പെടും, നിങ്ങൾക്കിപ്പോൾ അപ്പീൽ കൊടുക്കാൻ ഉള്ള സംവിധാനം നിങ്ങൾ നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നായിരുന്നു. അപ്പോൾ ഈ കേന്ദ്രമന്ത്രി റിജിജുവിന്റെ വരവ് BJPക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാക്കുന്നതിൽ ഉപരി വളരെ വലിയ ഒരു തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം നമുക്കേവർക്കും തന്നെ അറിയാവുന്നതാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഷോൺ ജോർജ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഈ ഏപ്രിൽ മാസം 22-ാം തീയതി എറണാകുളത്തെ BTH ഹോട്ടലിൽ വെച്ച് കേരള BJP ലീഗൽ സെല്ലിന്റെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, ഞാൻ ആ ചർച്ചയിൽ പങ്കെടുക്കണം എന്ന്. അതായത് ഈ പുതിയ വഖഫ് ഭേദഗതി നിയമത്തിന്റെ എല്ലാ സെക്ഷനുകൾക്കും പുതിയ ചട്ടങ്ങൾ കൊണ്ടുവരണം, എന്നാൽ മാത്രമേ നിയമത്തെ പ്രാബല്യത്തിൽ വരുത്താൻ കഴിയൂ. അപ്പോൾ ഈ സെക്ഷൻ 2Aയുടെ വെളിച്ചത്തിൽ
മുൻപത്തെ വസ്തുതകൾ കണക്കിലെടുത്തുകൊണ്ട് എന്തൊക്കെ ചട്ടങ്ങൾ അവിടെ വന്നാൽ മുൻപത്തെ വിഷയം വളരെ എളുപ്പത്തിൽ പരിഹരിക്കപ്പെടും എന്നുള്ള ഒരു വിഷയമായിരുന്നു ഞങ്ങൾ അവിടെ ചർച്ച ചെയ്തത്. ഞാൻ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ എടുത്ത തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിനു ശേഷം അതിൽ കൂടി തുടർ ചർച്ചകൾ നടത്തി നമ്മൾ കുറച്ച് ചട്ടങ്ങൾ ഉണ്ടാക്കി സെൻട്രൽ ഗവൺമെന്റിന് അയച്ചു കൊടുക്കും എന്നായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ മടങ്ങി വന്നതിന് ശേഷം 3 ദിവസം കഴിഞ്ഞപ്പോൾ അതിലൊരു വക്കീലിനെ ഞാൻ വിളിച്ചു ചോദിച്ചു, എന്തായാലും നിങ്ങൾ ഗ്രൂപ്പ് ഒന്നും ഉണ്ടാക്കിയില്ലേ? അപ്പോൾ എന്നോട് പറഞ്ഞു, സാർ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കിയാൽ സാറിനെയും ഞങ്ങൾ ആഡ് ചെയ്യാം എന്ന്. പിന്നെ ഞാനതൊന്നും മറക്കുകയും, കാരണം 8 വക്കീലന്മാരുണ്ടല്ലോ, ഞാൻ എൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. തുടർന്ന് ഏകദേശം 2.5 മാസം കഴിഞ്ഞപ്പോഴാണ് ഷോൺ ജോർജിനെ വീണ്ടും വിളിക്കുന്നത്. മുൻപത്തെ ഒരു വിഷയം തന്നെയായിരുന്നു, അതിനെക്കുറിച്ചിട്ട് ഒരു കാര്യം അദ്ദേഹത്തിന് അറിയണമായിരുന്നു, അതിനുവേണ്ടി വിളിച്ചു. ഞാൻ ആ കാര്യം പറഞ്ഞപ്പോൾ ഷോൺ ജോർജ് എന്നോട് പറഞ്ഞു, നമ്മൾ ഈ 2.5 മാസം മുമ്പ് കൂടിയ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു ഡ്രാഫ്റ്റ് റൂൾസ് ഒക്കെ തയ്യാറാക്കി സെൻട്രൽ ഗവൺമെന്റിന് അയച്ചു കൊടുത്തു. അത് സെൻട്രൽ ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 2A എന്ന് പറയുന്ന കാര്യം കണ്ടെത്തി BJP കൊടുത്തത് ഞാനാണ്. അപ്പോൾ ഈ റൂൾസ് അങ്ങോട്ട് അയക്കുന്നതിന് മുമ്പ് എന്നെ ഒന്ന് കാണിക്കാനോ എൻ്റെ അതിലുള്ള അഭിപ്രായം തേടാനോ ഈ BJP ലീഗൽ സെല്ലുകാർ തയ്യാറായില്ല. അപ്പോൾ അതെനിക്കൊന്നും തോന്നിയില്ല. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് അതിൻ്റെ ഒരു കോപ്പി കാണണം. അങ്ങനെ ഷോൺ ജോർജ് എനിക്കൊരു കോപ്പി അയച്ചു. സത്യം പറഞ്ഞാൽ അത് വായിച്ച നിമിഷം ഞാൻ സ്തബ്ധനായിപ്പോയി. കാരണം മുനമ്പത്തിന് വേണ്ട ഒരു പരിഹാരവും ഉള്ള ഒരു റൂൾസും അതിൽ പറയുന്നില്ല എന്ന് മാത്രമല്ല, മുനമ്പത്തിനെ പ്രതികൂലമായി ബാധിക്കുന്ന പല റൂൾസും അതിൽ എഴുതി വച്ചിട്ടും ഉണ്ട്. എന്ത് പറയാനാണ്, എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ലാത്തതിനാൽ ആ നിമിഷം തന്നെ ഞാൻ ഷോൺ ജോർജുമായിട്ടുള്ള ബന്ധം അവസാനിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഇലക്ഷന് മത്സരിക്കാനോ വോട്ട് പിടിക്കാനോ വേണ്ടിയൊന്നും അല്ല ഈ വിഷയത്തിൽ ഇടപെട്ടത്. അതുകൊണ്ട് നിങ്ങൾ ഈ ചെയ്യുന്നത് തികച്ചും തെറ്റായ ഒരു കാര്യമാണെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് ഞാൻ അദ്ദേഹവുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചത്. അതിൽ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 8 അഡ്വക്കേറ്റുമാർക്കും ഇംഗ്ലീഷ് ഗ്രാമർ അറിയില്ല, നിയമം അറിയില്ല, വഖഫ് ആക്ട് അറിയില്ല, മുൻപത്തെ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് ഒന്നും അറിയാതെ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ എഴുതി സെൻട്രൽ ഗവൺമെന്റിന് അയച്ചു കൊടുക്കുകയാണ് ഈ മുനമ്പത്തെ രക്ഷപ്പെടുത്താൻ എന്ന വ്യാജേന ജോലി ചെയ്യുന്ന BJPയുടെ ലീഗൽ സെൽ. അത് എന്തൊക്കെയാണെന്ന് ഞാൻ വളരെ ലളിതമായിട്ട് നിങ്ങളെ അറിയിക്കാം. ഒന്നാമതായി അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ റൂൾസ് തയ്യാറാക്കുന്നത് വഖഫ് നിയമത്തിലെ സെക്ഷൻ 108A പ്രകാരം ആണ് എന്നാണ്. എന്നാൽ നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കൊണ്ടുവന്ന ഈ വഖഫ് ഭേദഗതി നിയമത്തിലൂടെ നേരത്തെ ഉണ്ടായിരുന്ന വഖഫ് ആക്ടിന്റെ സെക്ഷൻ 108A എടുത്തു കളഞ്ഞു എന്നുള്ളതാണ്. അതുമൂലം അറിയാതെയാണ് ഈ BJP ലീഗൽ സെൽ അവരുടെ റൂൾസ് തയ്യാറാക്കാൻ തുടങ്ങിയത്. പിന്നെ അതുകൂടാതെ അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വഖഫ് ആക്ട് 1995 എന്നാണ് പറയുന്നത്. ഈ വിദ്വാൻമാർക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല, ഈ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമത്തിലൂടെ ഈ വഖഫ് ആക്ടിന്റെ പേര് തന്നെ മാറ്റി ഉമീദ് എന്നാണ്. ആ ഉമീദ് എന്നായിരുന്നു അവിടെ എഴുതേണ്ടി ഇരുന്നത്. അതായത് യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ്, എംപവർമെന്റ്, എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളും അറിയാത്ത 8 പേരാണ് ആ റൂൾസ് തയ്യാറാക്കിയത്. പിന്നെ ഇവിടെ 2 തികച്ചും ഇറലവന്റ് ആണ്. അതായത് ഇതിന്റെ പേര് വഖഫ് റൂൾസ് എന്ന് ആയിരിക്കും, ഇത് എന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരിക എന്നൊക്കെയാണ്. ഇതൊന്നും എഴുതാനല്ല കേന്ദ്ര സർക്കാർ ഇവരോട് ആവശ്യപ്പെട്ടത്. സെക്ഷൻ 2A വെളിച്ചത്തിൽ മുനമ്പത്തിന് എന്താണ് വേണ്ടത് അത് മാത്രം പറയൂ എന്നാണ്. ഈ കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടി ഡൽഹിയിൽ ആണുങ്ങൾ ഇരിപ്പുണ്ട്, അവർ അത് എഴുതിക്കോളും. അടുത്ത, ഈ വിദ്വാൻമാർക്ക് വഖഫ് എന്താണെന്ന് അറിയില്ല. വഖഫ് ആക്ടിൽ തന്നെ പറയുന്നുണ്ട് എന്താണ് വഖഫ് എന്നുള്ള കാര്യം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ വിദ്വാൻമാർ എഴുതി വച്ചിരിക്കുന്നത് വഖഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വഖഫിന്റെ പ്രിമൈസസും കൂടി ആയിരിക്കും എന്നാണ്. അതായത് ഇപ്പോൾ ഒരു പള്ളിയുണ്ട് എന്ന് കരുതുക, അതിന്റെ ചേർന്ന് നിങ്ങൾക്ക് 10 സെന്റ് വസ്തു ഉണ്ടെങ്കിൽ ഈ പ്രിമൈസസ് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ഈ പള്ളിക്കാർക്ക് ഭാവിയിൽ നിങ്ങളുടെ വസ്തു കൂടി ക്ലെയിം ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് അവിടെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ പ്രിമൈസസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. എന്താണ് ഒരു വഖഫ് എന്ന് വഖഫ് ആക്ടിൽ തന്നെ പറഞ്ഞിട്ടുള്ളതിന്റെ വെളിച്ചത്തിൽ ഇവർ പ്രത്യേകം ഒരു ഡെഫിനേഷൻ കൊടുക്കേണ്ട ആവശ്യവും ഇല്ല. അടുത്തായി പറയുന്നത് 1882 ട്രസ്റ്റ് ആക്ടിനടിയിലും 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിനടിയിലും രജിസ്റ്റർ ചെയ്ത ട്രസ്റ്റുകൾക്കും സൊസൈറ്റികൾക്കും ഈ വഖഫ് ആക്ടിൽ നിന്നും മോചനം കിട്ടും എന്നും ആണ്. പക്ഷേ അതും അവർ കഥയറിയാതെ ആട്ടം കാണുകയാണ്.
അത്തരത്തിലുള്ള എല്ലാ ട്രസ്റ്റുകൾക്കും എല്ലാ സൊസൈറ്റീസിനും എക്സെപ്ഷൻ കിട്ടത്തില്ല. ഒരു മുസ്ലിം ദാനം നടത്തിയ, അതും മുസ്ലിം മതം അനുശാസിക്കുന്ന രീതിയിലുള്ള പർപ്പസിന് വേണ്ടി ഒരു മുസ്ലിം നടത്തിയ സ്ഥിരമായിട്ടുള്ള ദാനം, അത് ഒരു പൊതുധർമ്മ സ്ഥാപനത്തിന്റെ പേരിൽ ആണെങ്കിൽ, പബ്ലിക് ചാരിറ്റി, ആ പൊതുധർമ്മ സ്ഥാപനം ഏതെങ്കിലും ഒരു സ്റ്റാറ്റ്യൂട്ടിനടിയിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ആണ് എങ്കിൽ മാത്രമേ കിട്ടൂ. അല്ലാതെ എല്ലാ ട്രസ്റ്റുകൾക്കും എല്ലാ സൊസൈറ്റികൾക്കും ഈ സെക്ഷൻ 2A വെളിച്ചത്തിൽ വഖഫ് ആക്ടിന്റെ പരിധിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധ്യമല്ല. അടുത്തതായി ഈ വിദ്വാൻമാർ ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കണം എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു. നാം മനസ്സിലാക്കേണ്ടത് മുൻപത്തെ പ്രശ്നം ഇപ്പോൾ വഖഫ് ട്രൈബ്യൂണലിന്റെ മുന്നിലാണ്, അതൊരു കോടതിയാണ്, അതിന്റെ മുന്നിലാണ് ആ വിഷയം ഇപ്പോൾ പെൻഡിങ്ങിൽ നിൽക്കുന്നത്. എന്നാൽ ഈ വിദ്വാൻമാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള എക്സംഷൻ കിട്ടാൻ സാധ്യതയുള്ള വസ്തുക്കളുടെ ആ കാര്യത്തിൽ തീരുമാനം സർക്കാരിന് വേണമെങ്കിൽ സ്വമേധ എടുത്തിട്ട് അതിനെ ഒരു വഖഫ് അല്ലാതായി പ്രഖ്യാപിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പരാതി ഉള്ള പക്ഷം ആ ഒരു പരാതി കിട്ടുന്ന നിമിഷം വേണമെങ്കിലും സർക്കാരിന് ഈ വിഷയം പരിശോധിച്ചതിന് ശേഷം ഇതിനെ വഖഫ് അല്ല എന്ന് പ്രഖ്യാപിക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വായിച്ചപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. കാരണം ഒരു വിഷയം ഒരു കോടതിയുടെ പരിഗണനയിൽ ആണ് എങ്കിൽ ആ കോടതിയുടെ അംഗീകാരം ഇല്ലാതെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ശക്തിക്കും ഒരു തീരുമാനവും എടുക്കാൻ സാധ്യമല്ല എന്നുള്ള വിവരം പോലും ഈ BJP ലീഗൽ സെല്ലിന് അറിയില്ല എന്നുള്ള കാര്യം വളരെ ദുഃഖകരമാണ്. പിന്നെ കൊടുത്തിരിക്കുന്നതൊക്കെ ഇതെങ്ങനെ നടപ്പിൽ വരുത്തണം എന്നുള്ള കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ആ ഒരു നടപടിക്രമങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം അത് ഒരിക്കലും സാധ്യമായ കാര്യങ്ങൾ അല്ല. അടുത്തതാണ് തികച്ചും വിചിത്രമായ അത്ഭുതകരമായ BJP സെല്ലിന്റെ പുതിയ റൂൾ. അതായത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഥവാ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എങ്കിൽ, മുൻപത്തെ വിഷയമൊക്കെ പരിഹരിച്ചു, അവർ സമാധാനത്തോടെ വീട്ടിൽ പോയി, അവർക്ക് അവരുടെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കിട്ടി. അത്തരം ഒരു അവസ്ഥയിൽ ഈ ആൾക്കാരെല്ലാവരും ചേർന്ന് ഒരു പുതിയ മുത്തവല്ലിയെ കണ്ടെത്തി വീണ്ടും വഖഫ് ബോർഡിൽ പോയിട്ട് വഖഫ് ആക്ടിന്റെ സെക്ഷൻ 36 പ്രകാരം വീണ്ടും ഈ വസ്തുക്കളെ വഖഫായി രജിസ്റ്റർ ചെയ്യണം എന്നുള്ള ഏറ്റവും വലിയ ഒരു കണ്ടുപിടുത്തമാണ് BJP സെൽ തുടർന്ന് നടത്തിയിരിക്കുന്നത്. എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് യാതൊരുവിധ അഭിപ്രായവും പറയാൻ കഴിയില്ല. കാരണം ഇത്തരത്തിലുള്ള ആൾക്കാരാണ്, മണ്ടന്മാരാണ് ഇത്രയും പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നത് എന്ന് ഓർമ്മിക്കുമ്പോൾ എനിക്ക് ലജ്ജയാണ് തോന്നുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ ഞാനും ഫാദർ ജോഷി മയറ്റിലും തികച്ചും നിസ്സഹായരായി. എന്നാലും ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ കുത്തിയിരുന്നിട്ട് ഈ മുനമ്പത്തിന് വേണ്ട റൂൾസ് തയ്യാറാക്കിയതിനു ശേഷം, മുനമ്പത്തെ ഒരു ഫിലിപ്പ് ജോസഫ് ഉണ്ട്, അദ്ദേഹമാണ് BJP മൈനോറിറ്റി സെല്ലിന്റെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരിൽ ഒരാൾ. അദ്ദേഹത്തെ ഇത് ഏൽപ്പിച്ചതിന് ശേഷം പറഞ്ഞു, ഇതാണ് നിങ്ങൾക്ക് വേണ്ട റൂൾസ്, അതുകൊണ്ട് നിങ്ങൾ ഇത് രാജീവ് ചന്ദ്രശേഖരന് കൈമാറിയിട്ട് ആവശ്യപ്പെടണം. ഈ റൂൾസ് ആയിരിക്കണം ഈ പുതിയതായിട്ട് വരുന്ന ആ ചട്ടങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടത് എന്ന്. അവർ അത് അദ്ദേഹത്തിന് കൈമാറി എന്നും അദ്ദേഹം പിന്നെ അതിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് എനിക്കറിയില്ല. ഞങ്ങളെ ഇതുവരെ അദ്ദേഹം ബന്ധപ്പെടാനോ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാനോ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായ മറ്റൊരു സത്യം. അങ്ങനെ ഇരിക്കാൻ സെപ്റ്റംബർ മാസം 15-ാം തീയതി സുപ്രീം കോടതി ഇടക്കാല ഉത്തരവുമായി വന്നത്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സെക്ഷൻ 2A കുറിച്ചിട്ട് ആ ജഡ്ജ്മെന്റിൽ ഒരു പരാമർശവും ഇല്ല. കാരണം അത് ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ള ഒരു ആരോപണം ഈ കപിൽ സിബലും കൂട്ടരും സുപ്രീം കോടതിയിൽ ഉന്നയിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഈ സെക്ഷൻ 2A കുറിച്ചിട്ട് തികച്ചും സൈലന്റ് ആണ്. എന്നിരുന്നാലും നമ്മുടെ BJP സെൽ പിന്നെ പറഞ്ഞുകൊണ്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ പുതിയതായിട്ട് കുറെ റൂൾസ് പിന്നെയും ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന്. അപ്പോൾ പണ്ടുണ്ടാക്കിയ നിയമങ്ങൾ എവിടെ പോയി? അതായത് പണ്ടുണ്ടാക്കിയ ഈ റൂൾസ് എല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കീഴും കിഴക്കും ഇല്ലാത്ത ABCD അറിയാത്ത വക്കീലന്മാർ ഉണ്ടാക്കിയതാണെന്ന് അവർക്ക് തന്നെ ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അതിനെ പിൻവലിച്ചതിന് ശേഷം പുതിയ റൂൾസ് ഉണ്ടാക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നത്. അതറിഞ്ഞപ്പോൾ ഞാനും ഫാദർ ജോഷി മയാറ്റിലും അവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, നിങ്ങൾ സദയം അതുകൂടി കണക്കിലെടുത്തതിന് ശേഷം മാത്രമായിരിക്കണം പുതിയ ചട്ടങ്ങൾ നിർമ്മിക്കേണ്ടത് എന്ന്. എന്നാൽ സത്യമായി പറയട്ടെ, ഇത് ഈ നിമിഷം വരെ BJPയുടെ ആ സെൽ ഞങ്ങളെ കേൾക്കാൻ തയ്യാറാവുകയോ
ഞങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കാനോ അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഞങ്ങൾ അറിഞ്ഞു അവർ പുതിയ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാക്കിയിട്ട് വീണ്ടും സെൻട്രൽ ഗവൺമെന്റിന് അയച്ചു കൊടുത്തു എന്ന്. അതിന്റെ ഒരു കോപ്പിയും ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. വീണ്ടും അവസ്ഥ പഴയത് തന്നെയാണ്. ഈ പുതിയ റൂൾസിലും ഒരു സെന്റൻസ് പോലും മുൻപത്തെ വിഷയം പരിഹരിക്കുന്നതിന് പര്യാപ്തമായ ഒന്നും തന്നെ അതിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ എനിക്ക് ഫാദർ ജോഷി മയ്യാറ്റിലിനും പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു സൗമനസ്യം പോലും അവർ കാണിച്ചില്ല. അവർ ഒരു ഈഗോയുടെ പുറത്ത് മാത്രം വർക്ക് ചെയ്യുകയാണ്. ഞങ്ങളൊക്കെ എന്തോ ഭയങ്കര പ്രഗത്ഭരായ വക്കീലന്മാരും ആണെന്നുള്ള ഒരു ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവർ ഈ 610 കുടുംബങ്ങളുടെ ജീവിതം വെച്ച് പന്താടുന്നത്. അപ്പോൾ പുതിയ റൂൾസ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നാം നേരത്തെ കണ്ടു 108A അടിസ്ഥാനത്തിലാണ് പണ്ട് അവർ റൂൾസ് എഴുതിയത്. എന്നാൽ അത് ഞാൻ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അവർ ഈ പുതിയ റൂൾസിൽ 108A എന്നുള്ളത് മാറ്റി 108B എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അത്രയും സന്തോഷം. തുടർന്ന് പണ്ട് പറഞ്ഞ അതേ കാര്യങ്ങൾ ആവർത്തിക്കുന്നു. ഈ റൂൾസിന്റെ പേര് ഇതായിരിക്കും, ഇത് ഇന്ന ദിവസം പ്രാബല്യത്തിൽ വരും എന്നൊക്കെ. അതൊന്നും എഴുതാനല്ല ഈ സെൻട്രൽ ഗവൺമെന്റ് അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ മുനമ്പംകാർക്ക് പരിഹാരമായ കാര്യങ്ങൾ മാത്രം സെക്ഷൻ 2A അടിയിൽ പറയൂ എന്ന് മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ഒന്നും പറയാനില്ലാത്തതിനാൽ എന്തൊക്കെയോ പറയുന്നു എന്ന് മാത്രം കണക്കാക്കിയാലും മതി. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് പോലും പുതിയ ഈ റൂൾസിൽ പോലും ഈ വഖഫിന് ഡെഫിനിഷൻ കൊടുക്കുമ്പോൾ ഈ പ്രിമൈസസ് എന്നുള്ള വാക്കെടുത്ത് മാറ്റാൻ പറഞ്ഞിട്ടും അവർ മാറ്റിയിട്ടില്ല. പുതിയ റൂൾസിലും ഈ ഒരു വഖഫിന് ചുറ്റുമുള്ള ഏരിയ ഒക്കെ വഖഫായിരിക്കും എന്നുള്ള ആന മണ്ടത്തരമാണ് വീണ്ടും എഴുതി അയച്ചിരിക്കുന്നത്. അടുത്തതാണ് ഏറ്റവും രസകരവും വിചിത്രവുമായ പരിഹാര മാർഗങ്ങൾ. ഈ ആശാന്മാർ, ഈ വിദ്വാൻമാർ പറയുന്ന പരിഹാര മാർഗങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമതായി പറയുന്നു, വഖഫ് ബോർഡിനോട് പറയുന്നു, നിങ്ങൾ ഇത്തരത്തിൽ എക്സംഷന് യോഗ്യതയുള്ള വസ്തുക്കളെ ഒന്നും തന്നെ ഈ പോർട്ടലിൽ കയറ്റി വിടാൻ പാടില്ല, ലോഡ് ചെയ്യാൻ പാടില്ല. രണ്ടാമതായി കളക്ടറോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും വിജിലന്റ് ആയിരിക്കണം, നിങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ഇത്തരത്തിലുള്ള വസ്തുക്കളെ എപ്പോഴെങ്കിലും വഖഫ് ബോർഡ് ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ മോണിറ്റർ ചെയ്യണം. മൂന്നാമതായി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യോഗ്യതയ്ക്ക് അർഹമായ വസ്തുക്കളെ ഒരിക്കലും തന്നെ ഈ വഖഫ് ബോർഡ് ഈ പോർട്ടലിൽ വഖഫാണെന്ന് പറഞ്ഞുകൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, എന്റെ പൊന്നു വക്കീലന്മാരെ, മുനമ്പം ഇപ്പോൾ കേസിൽപ്പെട്ട് വഖഫ് ട്രൈബ്യൂണലിൽ കിടക്കുകയാണ്. അവിടെ നിന്നും എങ്ങനെയാണ് ഈ വിഷയം പരിഹരിക്കേണ്ടത് എന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു സെന്റൻസ് പോലും അതിൽ എഴുതാത്തത് എന്താണ്? കഴിഞ്ഞ ഏകദേശം 2 വർഷത്തോളമായി ഞാനും ഫാദർ ജോഷി മയ്യാറ്റിലും വളരെ കഠിന പ്രയത്നം നടത്തുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയെങ്കിലും ഈ മുനമ്പത്തെ പാവപ്പെട്ട ആൾക്കാർക്ക് അവരുടെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു വാങ്ങിക്കൊടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ മുന്നിലുള്ള ചോദ്യം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ കഠിന ശ്രമം നടത്തിയത്. അത് ഒരിക്കലും വേസ്റ്റ് ആയി പോയിട്ടില്ല. ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട് മുനമ്പം വിഷയം പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ കുറച്ച് സമയം കൂടി അതിന് ആവശ്യമാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. ആ കഠിന ശ്രമത്തിന്റെ ഫലമാണ് ഞങ്ങൾക്ക് ഈ 2A എന്നുള്ള പരിഹാര മാർഗം കണ്ടെത്താൻ കഴിഞ്ഞതും അത് ഒരു സമ്മാനമായിട്ട് BJPക്ക് കൊടുക്കാൻ കഴിഞ്ഞതും. പക്ഷേ അതുവരെ ഒന്നും ചെയ്യാതിരുന്ന ഈ BJP സെല്ലുകാർ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ, അതിലൂടെ മുനമ്പത്തിന് ഒരു പരിഹാരം കണ്ടെത്താനോ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ദയനീയമായ കാര്യം. They are least bothered. അവർ എന്തൊക്കെയോ എഴുതുന്നു, സെൻട്രൽ ഗവൺമെന്റ് അയക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് ഫ്ലൈറ്റിൽ കയറി ഡൽഹിയിൽ പോകുന്നു, ചർച്ചകൾ നടത്തുന്നു. ഈ 610 കുടുംബങ്ങളുടെ ഭാവി അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ ഇങ്ങനെയാണ് BJP തുടർന്നും കേരളത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ അവർ ഒരിക്കലും അവരുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരില്ല എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അടുത്ത വരുന്ന ഇലക്ഷനിൽ തീർച്ചയായിട്ടും എന്റെ വോട്ട് നരേന്ദ്രമോദിജിക്ക് തന്നെ ആയിരിക്കും. എന്നാൽ KJPക്ക് ആയിരിക്കില്ല എന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ദയനീയ അവസ്ഥയിലാണ് ഞാനും ഫാദർ ജോഷി മയ്യാറ്റിലും ചേർന്നിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. നേരിട്ട് ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തന്നെ അറിയിക്കാം എന്ന് കരുതിയതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കത്ത് അയച്ചു. അപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖരജിയോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ ഇടപെടുന്ന അവസരത്തിൽ താങ്കളുടെ അണികളോട് പറയണം, അവർ കൂടുതൽ സൂക്ഷ്മതയും സത്യസന്ധതയും ആത്മാർത്ഥതയും കാണിക്കേണ്ടത് ആണ്. ഇവിടെ ഒരു ഹിന്ദു ക്രിസ്ത്യൻ യൂണിറ്റിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ നിങ്ങൾ കൂടുതൽ ജാഗരൂകർ ആയിരിക്കേണ്ടതുണ്ട്. ഞാൻ സത്യത്തിൽ ഇത് പറയുന്നത് BJPയുടെ നന്മയെ കരുതി മാത്രമാണ്. അല്ലാതെ
BJPയെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് അല്ല. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കണ്ടു, 5 വർഷം കൂടുമ്പോൾ UDFും LDFും മാറി മാറി ഭരിച്ച് നമ്മുടെ കേരളത്തെ കുട്ടിച്ചോറാക്കി മാറ്റി. കഴിഞ്ഞ 10 വർഷം ഇവിടെ നടക്കുന്നത് ഭരണമാണോ എന്താണോ എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്നത് ആണ്. അതായത് ഒരു ഇലക്ഷൻ വരുന്നതിന് മുമ്പ് ഒരു കിറ്റ് കൊണ്ട് തരും, നമ്മൾ കിറ്റ് വാങ്ങി നക്കിയിട്ട് പോയിട്ട് വോട്ട് കൊടുക്കും. ഇപ്പോൾ ഇലക്ഷൻ അടുത്ത് വരുന്നത് കൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കുറച്ച് കൂടുതൽ പ്രഖ്യാപനങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ അറിയാം ഈ ഇലക്ഷൻ വരുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും നക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ മലയാളികൾ കൃത്യമായിട്ട് വോട്ട് ചെയ്തുകൊള്ളും. അപ്പോൾ ഈ കേരളത്തിന് ഇനി രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഇവിടെ UDFും LDFും അല്ലാത്ത ഒരു മൂന്നാമത്തെ മുന്നണി എന്നെങ്കിലും അധികാരത്തിൽ വരണം. അത് നടപ്പിലാക്കാൻ BJPക്ക് മാത്രമേ പറ്റൂ. പക്ഷേ BJP ഇവിടെ ഒരുപാട് കഷ്ടപ്പെടേണ്ടതുണ്ട് എന്ന് അവർ ഓർമ്മിക്കണം. അതുകൊണ്ട് തന്നെ അവിടെ മാർഗത്തെ എളുപ്പമാക്കുന്ന ഈ മുനമ്പം പോലെ ഉള്ള വിഷയങ്ങളിൽ കൂടുതൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചിട്ട് നിങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ എന്റെ ജീവിതത്തിൽ പല പാർട്ടികൾക്കും പല അവസരങ്ങളിലും വോട്ട് കൊടുത്തിട്ടുണ്ട്. LDFിന് കൊടുത്തിട്ടുണ്ട്, UDFിന് കൊടുത്തിട്ടുണ്ട്, BJPക്കും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഞാൻ ഈ വഖഫ് നിയമം വായിച്ചതിന് ശേഷം ഞാനൊരു തീരുമാനം എടുത്തു. എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഈ കോൺഗ്രസിന് എന്റെ ജീവിതത്തിൽ വോട്ട് ചെയ്യില്ല. കാരണം ഇന്ത്യയെ ഭാവിയിൽ ഒരു മുസ്ലിം രാഷ്ട്രം ആക്കുന്നതിന് വേണ്ടി, ആ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ് 1995 ഈ കോൺഗ്രസ് സർക്കാർ വഖഫ് ഭേദഗതി നിയമം, അതായത് നമ്മുടെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു വഖഫ് നിയമം ഇവിടെ കൊണ്ടുവന്നത്. ഈ രാഹുൽ ഗാന്ധി എപ്പോഴും ഈ കോൺസ്റ്റിറ്റ്യൂഷനും പൊക്കി പിടിച്ച് നടക്കും എന്നല്ലാതെ അദ്ദേഹം അത് തുറന്നു നോക്കിയിട്ട് പോലുമില്ല. അദ്ദേഹം ഈ വഖഫ് ആക്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടും ഇല്ല. അതുകൊണ്ട് നമ്മളുടെ എല്ലാവരുടെയും വരും തലമുറയ്ക്ക് ഇവിടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ മുന്നിലുള്ള ഇപ്പോഴുള്ള ഏക ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് BJP മാത്രമാണ്. അത് എനിക്ക് തെളിച്ചു പറയുന്നതിൽ യാതൊരു സങ്കോചവുമില്ല. നിങ്ങൾ ഒരുപക്ഷെ എന്നെ ചാണാസംഘി എന്ന് വിളിച്ചാൽ പോലും എനിക്ക് അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഇത് എന്റെ BJPയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ അല്ല, അവർ നന്നാകാൻ വേണ്ടിയുള്ള ഒരു ഉപദേശം മാത്രമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് എല്ലാവരും ആ ഒരു രീതിയിൽ ഈ വീഡിയോയെ കണക്കിലെടുക്കും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ, ഒരുപാട് പേർക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെട്ട് കാണില്ല എങ്കിലും ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.